ഇവിടെ ഇപ്പം നാട്ടിലെ പോലെ ഒടുക്കത്ത് ചൂടാണേ. ഞാൻ 2 ഔട്ട്ഫിറ്റ് കൊണ്ടുവരും. ഒന്ന് ഫോർമലും പിന്നെ ഒരെണ്ണം കയ്യിലെടുക്കും. ഇപ്പോൾ എന്നെ കണ്ടാൽ ഞാനൊന്ന് ബീച്ചിൽ പോകുന്ന പോലെയാണ് എൻ്റെ ലുക്ക് കണ്ടാൽ. ചൂട് രക്ഷയില്ല, അൺസൈക്കബിൾ. നമ്മുടെ സൺസ്ക്രീനൊക്കെ വാരി പൊത്തേണ്ടിയിരിക്കുന്നു, അത്ര ചൂട്. അയ്യോ, പിന്നെ ദാഹം അത് വേറെ. അയ്യോ, ഇനി വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ കാറിലേക്ക് കയറുമ്പോഴുള്ള ഒരു അവസ്ഥയില്ലേ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അയ്യോ വയ്യ. അയ്യോ, ഞാൻ വെള്ളം എടുത്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കാർ ആദ്യം ഇങ്ങനെ തുറന്നിടും എല്ലാ ഡോറും. എന്നിട്ട് ഇതിലുള്ള ആ ഒരു ആവി ഉണ്ടല്ലോ, കുറേ നേരമായല്ലോ ഇതായി കിടക്കുന്നത്, അതെല്ലാം അങ്ങ് പോട്ടെ വിചാരിച്ചു. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് നേരം തുറന്നിടും, എന്നിട്ട് കയറത്തുള്ളൂ. ചൂട് അൺസൈക്കബിൾ പിള്ളേരെ, ചൂട് ഒരു രക്ഷയില്ല. ഇപ്പം നാട്ടിൽ പോകണം. ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, മൺസൂണല്ലേ. അയ്യോ വെന്ത് ഞാനിങ്ങനെ അങ്ങ് വേഗുവാ. അധികം നേരം ഇവിടെ വ്ലോഗ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാലല്ലേ, ചൂട് അൺസൈക്കബിൾ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാൻ നേരത്ത് AC ഓൺ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂട്. കുറച്ച് കാറ്റ് കിട്ടുമല്ലോ, അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം. എൻ്റെ ഫ്രണ്ടിന് സൺബേൺ അടിച്ചിരിക്കുന്നു. പുള്ളിക്കാരത്തി ബ്രിട്ടീഷ് സിറ്റിസനാണ്, പുള്ളിക്കാരത്തി വൈറ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തിന് മേലും മൊത്തം ചുമന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ കാണിച്ചു തന്നു. ആ ഇട്ട ഭാഗം മാത്രം കുഴപ്പമില്ല, പുറമേയൊക്കെ നല്ല റെഡ് കളറ്. നമ്മുടെ ചെമ്മീനൊക്കെ പൊരിക്കത്തില്ല, പുഴുങ്ങത്തില്ല, അതുപോലെ ചുമന്നിരിക്കുന്ന നല്ല ചുമന്ന്. നമുക്ക് പിന്നെ നല്ല തൊലിക്കട്ടി ആയതുകൊണ്ട് സൺബേൺ ഒന്നും ആയിക്കില്ല. എനിക്കിതുവരെ സൺബേൺ കിട്ടിയിട്ടില്ല, ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയാണെന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ട് നല്ല വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം വാങ്ങട്ടെ.